പണം ഉണ്ടായെന്ന് വെച്ച് എല്ലാം മറക്കാൻ പാടില്ല. ദൈവദോഷം ഉണ്ടാവും. ഓ ഒന്ന് നിർത്ത് വേണുവേട്ടാ. ഒരിക്കൽ കൂടി അച്ഛനോടും മോനോടും ഞാൻ പറയാ, ഇനി ആ വർമ്മയുടെ ആ പെണ്ണിന്റെയോ പേര് ഈ വീട്ടിൽ കേട്ടാ അവരാ ഒട്ട് ഹൗസിൽ ഉണ്ടാവില്ല. ദീപുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. അച്ഛാ വിഷമിക്കാതെ. അച്ഛനെ എല്ലാവർക്കും അറിയാം. അച്ഛനെ എന്തായാലും ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല. എടേ, നീ വർമ്മ സാറിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. നമ്മള് മതിമറന്ന് ജീവിക്കുന്നത് ശരിയല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മള് നമ്മുടെ പഴയ കാര്യങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതാ. സത്യത്തിൽ നീ സാറിനെ അവിടെ വെച്ച് അപമാനിച്ചപ്പോ എനിക്ക് തന്നെ വല്ലാത്ത സങ്കടായി. പിന്നെ അപ്പൊ സാറിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാറ് അപമാന ഭാരത്താൽ അവിടെ നിന്ന് ഉരുകയായിരുന്നു. നിങ്ങൾ ഇനി എന്ന് മാറും വേണുവേട്ടാ? ഇപ്പോഴും വേണുവേട്ട അയാളുടെ ദാസനാണെന്നാണോ വിചാരം? കഷ്ടം തന്നെ. അന്ന് അയാള് നമ്മളെ ഈ വീട്ടിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ട ദൃശ്യം എന്റെ കൺമുനിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ മരിച്ചാലും മാഞ്ഞു പോകത്തുമില്ല. ഞാൻ അയാളെ അപമാനിച്ചത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അയാളെ പോയി കെട്ടിപ്പിടിച്ച് മാപ്പ് പറ. അതിന് രാധമേ കിട്ടില്ല. അതല്ലമ്മേ, സാറിപ്പോ എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാ. അങ്ങനൊരവസ്ഥയില് നമ്മളും കൂടി സാറിനെ അപമാനിച്ച അത് താഴെ വീണ് കിടക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും ചവിട്ടുന്നതിന് തുല്യ. അമ്മ പറഞ്ഞത് തെറ്റ് തന്നെയാ. അച്ഛനും മോനും കൂടെ എന്നെ തെറ്റ് ശരിയൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അയാള് നല്ലവനായിരുന്നെങ്കിൽ ഇന്ന് ഈ കൊട്ടാരം പോലത്തെ വീട് നഷ്ടപ്പെട്ട് ആ ഔട്ട് ഹൗസിൽ പോയി കിടക്കേണ്ട ഗതികേട് വരുമായിരുന്നോ? ദൈവേ എന്റെ കൂടെയാ. അയാള് നമ്മളോട് കാണിച്ച ക്രൂരതകളൊക്കെ ഓർക്കുമ്പോഴേ എന്റെ ദേഷ്യം തികട്ടി വരിക. അതാ അയാളെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാത്തത്. അതെ, ഞാനും അമ്മയുടെ പക്ഷത്താ. അയാളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. അമ്മ, ഇനി നമ്മൾ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് ഔട്ട് ഹൗസിൽ നിന്ന് ഇറക്കി വിടണം. ആ മോളെ, ഞാനും ഇപ്പൊ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. ഇപ്പൊ അത് ദരിദ്ര കുടുംബം മാത്രമല്ല, ദീപകിനെ പോലുള്ളൊരു പെരുങ്കള്ളനും അമ്പിയെ പോലുള്ളൊരു പെരുങ്കളിയും ആ വീട്ടിലുണ്ട്. ഈ കള്ളക്കൂട്ടങ്ങളെ നമ്മുടെ അയൽവാസികളെന്ന് നാട്ടുകാരറിഞ്ഞാലേ അത് നമ്മുടെ സ്റ്റാറ്റസ് തന്നെ മോശമോ മോളെ? എന്റെ മകളുടെ നിഴൽ വെട്ടം പോലും ആ കുടുംബം കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവരുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ടില്ലേ മോളെ? മോളെ, നീ അച്ഛനെ വിശ്വസിച്ച് അച്ഛൻ്റെ കൂടെ നിന്നവളാ. എന്റെ ജീവൻ രക്ഷിച്ചവളാ നീ. എന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചവളാ നീ. അവരവരുടെ മകനെ സെൻട്രൽ മിനിസ്റ്ററുടെ മകളെ കൊണ്ടോ പ്രൈം മിനിസ്റ്ററുടെ മകളെ കൊണ്ടോ ആരെ കൊണ്ടോ വേണമെങ്കിലും വിവാഹം കഴിപ്പിക്കട്ടെ. പക്ഷെ നിനക്കച്ഛ ഒരാളെ കണ്ടെത്തും. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട്, എന്റെ മോളെ മഹാറാണി പോലെ നോക്കുന്ന ഒരാളെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കും. അച്ഛാ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാൾ രാജുവാ. അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ രാജു എന്നെ മഹാറാണിയെ പോലെ നോക്കും. അല്ലാതെ ആ സ്ഥാനത്ത് വേറെ ഒരാളെ കാണാൻ ഈ ജന്മത്തെനിക്ക് കഴിയില്ല.
രാജു, ഇനി നിന്റെ മനസ്സിൽ ആ ഋതിക എന്ന വൃത്തികെട്ടവൾ ഇല്ല. അവിടെ സെൻട്രൽ മിനിസ്റ്ററുടെ മകള് ഐശ്വര്യ മാത്രം. അതിനൊരു മാറ്റം ഉണ്ടായ നീ എന്റെ വാക്ക് ധിക്കരിച്ച നാളെ തന്നെ നമ്മുടെ ഔട്ട് ഹൗസിൽ നിന്ന് വർമ്മയും കുടുംബവും ഇറങ്ങേണ്ടി വരും. എടീ, നീ അവിവേകമൊന്നും കാട്ടില്ലേ? സാറിന്റെ അവസ്ഥ നമ്മൾ കരുതുന്നതിലും മോശ. അവര് മറ്റൊരു വീട് കണ്ടെത്തുന്നവരെ അവിടെ കഴിയിട്ടടി. ആ കനിവെങ്കിലും നമ്മൾ കാണിക്കണം. അച്ഛൻ എന്താ അച്ഛാ മാറാത്തെ? നമ്മൾ ഇനി ആരെയാ പേടിക്കണ്ടേ? നമ്മൾ വലിയ പണക്കാരായില്ലേ? അച്ഛന്റെ മനസ്സിന്ന് നമ്മൾ അടിമകളാണെന്ന പഴയ ചിന്ത ഇനിയെങ്കിലും എടുത്ത് മാറ്റണം. എടീ, നിന്നേക്കാൾ ഒരുപാട് ഓണം ഉണ്ടാളാ ഞാൻ. പണം ഉണ്ടായെന്ന് വെച്ച് എല്ലാം മറക്കാൻ പാടില്ല. ദൈവദോഷം ഉണ്ടാവും. ഓ, ഒന്ന് നിർത്ത് വേണു ഏട്ടാ. ഒരിക്കൽ കൂടി അച്ഛനോടും മോനോടും ഞാൻ പറയാ, ഇനി ആ വർമ്മയുടെയോ ആ പെണ്ണിന്റെയോ പേര് ഈ വീട്ടിൽ കേട്ടാ അവരാ ഔട്ട് ഹൗസിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു കേട്ടല്ലോ. വാടി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും പണം അവർക്ക് എവിടുന്ന് കിട്ടി? അതും വെറും 2 വർഷം കൊണ്ട്. ഇതിലെന്തോ രഹസ്യമുണ്ട്. വിദേശത്ത് പോയിട്ടേ ഏതോ പണക്കാരനെ പറ്റിച്ചു കാണും. അതിനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട്. അല്ലെങ്കിലേ അവൻ വിദേശത്ത് പോയി സമ്പാദിച്ചു എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളം. അവനിവിടെ നിന്റെ വിശ്വസ്തനാണെന്ന് പറഞ്ഞു നടന്നപ്പോ നിന്നെ പറ്റിച്ചുണ്ടാക്കിയ പണമായിരിക്കും ഇതൊക്കെ. എന്നിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വിദേശത്ത് പോയി സമ്പാദിച്ചതാണെന്നൊരു കള്ളവും പറഞ്ഞു. എന്തായാലും ഇത് നേരായ മാർഗത്തിലുണ്ടാക്കിയ പണമൊന്നുമല്ല, അതുറപ്പാ. ഇവൻ കാരണേ ഏതെങ്കിലും ഒരു അറബി ദുബായിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അവൻ നാട്ടില് നിന്നെയും പറ്റിച്ചു, വിദേശത്ത് പോയി ഏതോ ഒരു അറബിയെയും പറ്റിച്ചു. പഠിച്ച കള്ളനാ അവൻ. ചേച്ചി, ആ രാജുവിന്റെയോ ആ വീട്ടുകാരുടെ കാര്യമൊന്നും ഈ വീട്ടിൽ സംസാരിക്കണ്ട. എല്ലാവരോടും കൂടി പറയാ,